തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരന്റെ സഹോദരിയും ബി.ജെ.പി. നേതാവുമായ പത്മജ വേണുഗോപാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന തൃശൂരിലെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ വിമർശനത്തിന് പിന്നാലെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പത്മജ രംഗത്തെത്തിയത്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കൂടെ നടന്ന് ചതിക്കുന്നവരാണെന്നാണ് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചത്. ടി.എൻ. പ്രതാപൻ, എം.പി. വിൻസെന്റ് എന്നിവരുടെ പേര് പറഞ്ഞായിരുന്നു വിമർശിച്ചത്. ഞാൻ പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു? കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളായ ടി.എൻ. പ്രതാപനും എം.പി. വിൻസെന്റും. കാരണം ഇവർ സയാമീസ് ഇരട്ടകളാണ്. ഇത്തരം ചതിയന്മാർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്താലോ? ആ പരാതി എന്തെന്നു പോലും വായിക്കാതെ ചവറ്റുകൊട്ടയിൽ എറിയും. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ഡൽഹിയിൽ പോയ രമേശ് ചെന്നിത്തലയെ ചതിച്ച് കേരള മുഖ്യമന്ത്രിയാകാൻ കരുക്കൾ നീക്കുന്ന കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാവിന്റെ പിൻബലത്തിൽ ഇത്തരം ചതിയന്മാർക്ക് കൂടുതൽ സ്ഥാനങ്ങളും പാർട്ടിയിൽ ലഭിക്കും. അതാണ് കോൺഗ്രസ്. പത്മജ ഫേസ്ബുക്കിൽ തുറന്നടിച്ചു. അതേസമയം സഹോദരി പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തതോടെ അവരെ നേരിടാൻ വെല്ലുവിളിയെന്ന നിലയിലാണ് തൃശൂരിലേക്ക് വണ്ടി കയറിയത്. ഇതോടെ അതുവരെ പണിയെടുത്ത പ്രതാപന് തിരിച്ചടിയാവുകയും ചെയ്തു. എങ്കിലും ക്ഷീണം മറച്ചുവെച്ചുകൊണ്ട് കെ മുരളീധരന് വലിയ സ്വീകരണമാണ് പ്രതാപൻ തൃശൂരിൽ നൽകിയത്. ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ മുരളീധരനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്താണ് പ്രതാപൻ സ്വീകരിച്ചത്. മുരളീധരനെ വിജയിപ്പിക്കുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്നായിരുന്നു പ്രതാപൻ പറഞ്ഞതും. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത മറ്റൊന്നാണ്. കെ.പി.സി.സി. യോഗത്തിൽ കെ മുരളീധരൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ തുറന്നടിച്ചു എന്ന വിധത്തിലാണ് വാർത്തകൾ വന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായി എന്ന് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചു. മുൻ എം.പി. ടി.എൻ. പ്രതാപനെയും ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇതു കാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് മുരളീധരൻ ആഞ്ഞടിച്ചതെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥതയും ഉണ്ടായി. പ്രതാപന്റെയും ജോസ് വെള്ളൂരിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകൾ ഉണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതത് മണ്ഡലങ്ങളിലെ ഡി.സി.സി. പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത്. ഇതിനിടയിലായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം എന്നാണ് വാർത്ത. അതേസമയം താൻ പറഞ്ഞതായി പുറത്തു വരുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് വാർത്ത പുറത്തു വന്നതോടെ മുരളീധരൻ പ്രതികരിച്ചു. തൃശൂരിൽ യു.ഡി.എഫ്. 50,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നും മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ പറയാത്ത കാര്യങ്ങളാണ് വാർത്തയായി വന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു. നേരത്തെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് സി.പി.എം. വോട്ട് മറിച്ചെന്ന ആരോപണവുമായി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. പലയിടത്തും ക്രോസ് വോട്ടിംഗ് ഉണ്ടായെന്നും ഗുരുവായൂർ, നാട്ടിക് മണ്ഡലങ്ങളിൽ ഇത് പ്രകടമായെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. ബി.ജെ.പി. സി.പി.എം. ഡീൽ നടന്നിട്ടുണ്ട്. ഗുരുവായൂർ, നാട്ടിക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഡീൽ നടന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ബൂത്ത് തല അവലോകനം നടത്തിയിരുന്നു. ഈ 2 മണ്ഡലത്തിലാണ് ഇത് പ്രകടമായി കാണാനായത്. മറ്റ് മണ്ഡലങ്ങളിൽ സി.പി.എം. നേതാക്കളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം പുറമെ സാധാരണ തർക്കങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് സമാപിച്ചതെന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്.